Hello guys, it's me Adi. കഴിഞ്ഞ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിച്ചത് Adobe Illustrator ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിരുന്നു. എന്താണ് Adobe Illustrator? വെക്റ്റർ ഗ്രാഫിക്സ് എന്താണ്? റാസ്റ്റർ ഗ്രാഫിക്സ് എന്താണ്? Adobe Illustratorഉം Adobe Photoshopഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതുപോലെ തന്നെ ഇപ്പോൾ കാണുന്ന ഈ ഒരു ഇന്റർഫേസിനെ കുറിച്ച് പഠിച്ചു. വെൽക്കം വിൻഡോ എന്താണെന്നും അതുപോലെ തന്നെ എങ്ങനെ ഫാസ്റ്റ് ആയിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാമെന്നും എന്താണ് ന്യൂ ഫയൽ, ഓപ്പൺ, അതുപോലെ മെനു ബാറിനെ കുറിച്ചും ഓപ്ഷണൽ മെനു ബാറിനെ കുറിച്ചും ടൂൾ ബോക്സിനെ കുറിച്ചും അതിലെ പാനലുകളെ കുറിച്ചും ഒക്കെ പറഞ്ഞു. എങ്ങനെ വിൻഡോസിൽ അതായത് മെനു ബാറിൽ പോയിട്ട് വിൻഡോസിൽ വർക്ക് സ്പേസ് സെറ്റ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെലക്ഷൻ ടൂളുകളെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്കതിൽ വിശദമായിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഞാൻ Adobe Illustratorന്റെ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാനൊരു പുതിയൊരു ആർട്ട് ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് കാണാം റീസെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അതിൽ ഞാൻ റീസെന്റ് ആയിട്ട് എടുത്തിരിക്കുന്ന ക്യാൻവാസ് അല്ലെങ്കിൽ ആർട്ട് ബോർഡിന്റെ സൈസസ് ഉണ്ട്. ഈ ഒരു ഓപ്ഷൻസ് അടങ്ങിയിരിക്കുന്നത് ന്യൂ ഡോക്യുമെന്റ് വിൻഡോ എന്ന് പറയുന്ന ഒരു വിൻഡോയിലാണ്. നമ്മൾ ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ ആയി വരുന്ന വിൻഡോയാണ്. കൂടാതെ മൊബൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് കാണാം, വെബ്, പ്രിന്റ്. നമ്മൾ മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന്. അതിന് ഞാൻ പ്രിന്റ് എടുത്തിട്ട് A4 സെലക്ട് ചെയ്യാണ്. അപ്പൊ നമുക്കിവിടെ പ്രീസെറ്റ് ഡീറ്റെയിൽസ് കാണാം. അതിൽ അൺടൈറ്റിൽഡ് 1 എന്നാണ് അതിന്റെ പേര് എടുക്കുന്നത്. വിഡ്ത്തും ഹൈറ്റും ഒക്കെ നൽകിയിട്ടുണ്ട്. യൂണിറ്റ് അതായത് അളവിനെ പോയിന്റ്സ് ആയിട്ടാണ് ഇവിടെ കണക്കാക്കിയിട്ടുള്ളത്. നമുക്ക് ആ പോയിന്റ്സ് മാറ്റിയിട്ട് ഇഞ്ചസിലേക്ക് മാറ്റാം. അപ്പൊ അതുകൂടാതെ ഒരുപാട് അളവുകൾ ഉണ്ട് ഇതില്. പോയിന്റ് ഉണ്ട്, പിക്കാസ് ഉണ്ട്, ഇഞ്ചസ്, ഫീറ്റ് ആൻഡ് ഇഞ്ചസ്, യാർഡ്, മില്ലിമീറ്റർ, സെന്റിമീറ്റർ, മീറ്റർ. ഈ ഒരു കണക്കിലൊക്കെ നമുക്ക് മാറ്റാവുന്നതാണ് ഡിസൈൻ ചെയ്യുമ്പോൾ. അപ്പൊ ഇഞ്ചസിലേക്ക് ഞാൻ മാറ്റിയപ്പോ വിഡ്ത്ത് 8ഉം ഹൈറ്റ് 11ഉം വന്നിട്ടുണ്ട്. 11.6 ആണ്, അതായത് 12 ആണ് ഹൈറ്റ്. ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഫോണൊക്കെ ഉപയോഗിക്കുന്ന ഒരു രീതി, അതിനെ വെർട്ടിക്കൽ അല്ലെങ്കിൽ പോർട്രൈറ്റ് മോഡ് എന്നൊക്കെ നമുക്ക് പറയാം. ഇപ്പോ സെലക്ഷൻ എടുക്കുന്നത് പോർട്രൈറ്റ് മോഡാണ്. അതായത് ഇപ്പൊ ഒരു A4ന്റെ ആർട്ട് ബോർഡ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ A4ന്റെ ക്യാൻവാസ് അല്ലെങ്കിൽ ആർട്ട് ബോർഡ് ഒരു പോർട്രൈറ്റ് മോഡിലാണ് ഓപ്പൺ ആയിട്ട് വരാം. നേരെ മറിച്ച് നമ്മൾ ഫോണൊക്കെ ചിരിച്ചു പിടിക്കൂലേ, അതായത് ഫുൾ സ്ക്രീൻ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിലേക്ക് ആക്കുമ്പോൾ ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞ ഓറിയന്റേഷനിലേക്കാണ് വരാം. ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഹൊറിസോണ്ടൽ, കിടത്തി വെച്ചിരിക്കുന്ന പോലെ എന്നൊക്കെ പറയാം. ഇവിടെ പോർട്രേറ്റിന് നമുക്ക് വെർട്ടിക്കൽ എന്നും പറയാം, അതായത് കുത്തനെ നിൽക്കുന്ന രീതി. അപ്പൊ അങ്ങനെ രണ്ട് ഓറിയന്റേഷൻസ് ഇവിടെ ഉണ്ട്. അത് നമുക്ക് ആവശ്യാനുസരണം നമ്മൾ ചെയ്യാം. നമുക്ക് ഡിസൈൻ ഇപ്പോൾ A4 സൈസിൽ ഇങ്ങനെ ലാൻഡ്സ്കേപ്പ് ടൈപ്പിലുള്ള ഡിസൈൻ ആണ് വേണമെങ്കിൽ നമ്മൾ ലാൻഡ്സ്കേപ്പ് സ്വീകരിക്കും. ഓക്കെ. ആർട്ട് ബോർഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ 1 ആണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബ്രൗഷർ ക്രിയേറ്റ് ചെയ്യണം. 3 ഫോൾഡ് ബ്രൗഷർ ആണ്, അതായത് 3 മടക്കുകളുള്ള ബ്രൗഷറാണ്. നമുക്ക് സാധാരണയായിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ ബ്രൗഷേഴ്സ് ഒക്കെ വിതരണം ചെയ്യണൊക്കെ കാണാല്ലേ. അപ്പൊ 1-2 മടക്കൊക്കെ ആയിട്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ കോഴ്സുകളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഒരു ബ്രൗഷറിലാക്കി തരും. അപ്പൊ 3 മടക്കോ 5 മടക്കോ ഒക്കെ ഉണ്ടാവും. അപ്പൊ അതുപോലുള്ള ബ്രൗഷേഴ്സ് ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് എത്ര മടക്കുള്ള ബ്രൗഷറാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് ആർട്ട് ബോർഡ് ക്രിയേറ്റ് ചെയ്യും. അതായത് ഒന്നിലധികം ആർട്ട് ബോർഡ് ഡിസൈൻ ചെയ്യുന്ന എന്തെങ്കിലും ഒരു പർപ്പസ് വരുമ്പോൾ നമ്മളിങ്ങനെ ആർട്ട് ബോർഡ് എത്ര വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ തൽക്കാലം 1 മതി. നിങ്ങൾക്ക് കുറച്ച് സെലക്ഷൻ ടൂളിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ കുറച്ച് ഉദാഹരണങ്ങളൊക്കെ കാണിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ആർട്ട് ബോർഡാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ബ്ലീഡ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ്. നമുക്കിപ്പോൾ തൽക്കാലം അത് ആവശ്യമില്ല, നമുക്ക് പിന്നീട് പറയാം. കളർ മോഡ് കാണാം, CMYK ആണ്, അതായത് സിയാൻ, മജന്ത, യെല്ലോ, K ഫോർ ബ്ലാക്ക് എന്നാണ്. ഈ ഒരു കളർ മോഡ് ഉപയോഗിക്കുന്നത് പ്രിന്റിംഗ് പർപ്പസിനാണ്. പ്രിന്റേഴ്സിന്റെ ഒക്കെ ഒരു കളർ മോഡാണ് CMYK എന്ന് പറയുന്നത്. അതുകൂടാതെ RGB ഉണ്ട്. ഇല്ലുസ്ട്രേറ്ററിന്റെ ഡീഫോൾട്ട് ആയിട്ടുള്ള കളർ മോഡ് CMYK ആണ്. ഓക്കെ, കാരണം ഇല്ലുസ്ട്രേറ്റർ കൂടുതൽ ഉപയോഗിക്കുന്നത് പ്രിന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസൈനുകൾ ചെയ്യാനാണ്. ഇതുകൂടാതെ ഞാൻ ക്രിയേറ്റ് കൊടുക്കുന്നതിന് മുമ്പ് വേറൊരു കാര്യം കൂടി പറയട്ടെ. നമ്മൾ ഈ കാണുന്ന ഡീഫോൾട്ട് ആയിട്ടുള്ള ക്യാൻവാസ് സൈസസ് മാത്രമല്ല നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാനും പറ്റും. ഇപ്പൊ നിങ്ങൾ A4 സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക.
നിങ്ങൾക്ക് A4 വേണ്ട, A3 വേണമെങ്കിൽ ഇത് ഇഞ്ചസിലേക്ക് മാറ്റിയതിന് ശേഷം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് അളവാണ് വേണ്ടത് അതിലേക്ക് ആക്കിയതിന് ശേഷം, ഇപ്പൊ 12 പോയിന്റ്, ഇപ്പൊ വിഡ്ത്ത് ഞാനൊരു 12ഉം ഹൈറ്റ് ഒരു 18ഉം കൊടുക്കുകയാണെങ്കിൽ ഇതാണ് A3യുടെ സൈസ്. A3യുടെ ക്യാൻവാസ് സൈസ് അല്ലെങ്കിൽ ആർട്ട് ബോർഡിന്റെ വിഡ്ത്തും ഹൈറ്റും ഈ ഒരു അളവാണ്. ക്രിയേറ്റ് കൊടുത്താൽ A3 ക്രിയേറ്റ് ചെയ്യാം, അതായത് കസ്റ്റമൈസ് ചെയ്യാം നമുക്ക്. ഓക്കെ, ഇപ്പൊ തൽക്കാലം ഞാൻ A4 എടുക്കുന്നുള്ളൂ. അത് നമുക്ക് പോയിന്റ്സിലോ പിക്കാസിലോ ഇഞ്ചസിലോ ഒക്കെ എടുക്കാം. ക്രിയേറ്റ് കൊടുത്തു. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇല്ലുസ്ട്രേറ്ററിന്റെ ഇന്റർഫേസ്. ഇതിനെ പറയുന്ന പേരാണ് വർക്ക് സ്പേസ് എന്ന്. ഇവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ വർക്ക് സ്പേസ് എന്ന് പറയും. ഏറ്റവും മുകളിൽ കാണുന്നത് മെനു ബാർ, നമ്മൾ മുമ്പത്തെ ട്യൂട്ടോറിയൽ പറഞ്ഞിട്ടുണ്ട്. തൊട്ടടിയിൽ കാണുന്നത് ഓപ്ഷണൽ മെനു ബാർ, ടൂൾ ബോക്സ്, പാനലുകൾ. സെന്ററിൽ കാണുന്ന ഈ വൈറ്റ് പോർഷനെ ആർട്ട് ബോർഡ് എന്ന് പറയും. നിങ്ങൾക്ക് ഇവിടെ കാണാം ടൂൾ ബോക്സിൽ ഏറ്റവും ആദ്യം എടുക്കുന്ന ഈ ഒരു ടൂളാണ് സെലക്ഷൻ ടൂൾ എന്ന് പറയുന്നത്. ഷോർട്ട് കട്ട് കീബോർഡിൽ V ആണ്. V അമർത്തിക്കൊണ്ട് നമുക്ക് ഈ ഒരു ടൂൾ സെലക്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ജസ്റ്റ് മൗസിന്റെ കേഴ്സർ കൊണ്ടൊന്ന് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം. ഓക്കെ, തൊട്ടടുത്തുള്ള ഈ ഒരു ടൂളാണ് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ. രണ്ടും സെലക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണെങ്കിലും പ്രവൃത്തിയിൽ വ്യത്യാസങ്ങളുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയുന്നത് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ഒരു ബ്ലാക്ക് ഏര പോലെയാണ് കാണപ്പെടുന്നത്. നേരെ മറിച്ച് ഡയറക്റ്റ് സെലക്ഷൻ ടൂളോ ഒരു വൈറ്റ് ഏര പോലെയാണ്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് അങ്ങനെ തിരിച്ചറിയാൻ പറ്റും. പിന്നെ പ്രവർത്തനത്തിലും വ്യത്യാസങ്ങളുണ്ട്. ഈ ഡയറക്റ്റ് സെലക്ഷൻ ടൂളിന്റെ തൊട്ട് താഴെയായിട്ട് ഇവിടെ ചെറിയൊരു ഏരോ കാണാല്ലേ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ച് നോക്കിയേ. അതിൽ മറ്റൊരു ടൂളും കൂടിയുണ്ട്, ഗ്രൂപ്പ് സെലക്ഷൻ ടൂള്. ഓക്കെ, ഇപ്പൊ ഇല്ലുസ്ട്രേറ്ററിൽ മെയിൻ ആയിട്ടുള്ള 3 സെലക്ഷൻ ടൂൾസ് ആണത്. അപ്പൊ ഈ ഒരു ചെറിയ ഏരോ എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാല്, ഇങ്ങനെ ചെറിയ ഏരോ ഏതെങ്കിലും ഒരു ടൂളിന്റെ താഴെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഒന്നിലധികം ടൂളിനെ അവിടെ കണ്ടെയ്ൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒന്നിലധികം ടൂള് അവിടെ അടങ്ങിയിരിക്കുന്നു ഉണ്ടെന്നാണ് അതിനർത്ഥം. ഇപ്പൊ ഇറേസർ ടൂൾ ഇവിടെ കാണാം നിങ്ങൾക്ക്, അതിന്റെ അടിയിൽ ഒരു ചെറിയൊരു ഏരോ കാണാം, കണ്ടോ? സിസർ ടൂളും നൈഫ് ടൂളും അവിടെയുണ്ട്. അപ്പോൾ ആ ചെറിയ ഏരോ സൂചിപ്പിക്കുന്നത് അതാണ്. അപ്പൊ നമുക്ക് സെലക്ഷൻ ടൂളിലേക്ക് വീണ്ടും വരാം. സെലക്ഷൻ ടൂൾ അതായത് പേര് പോലെ തന്നെ സെലക്ട് ചെയ്യുക, തിരഞ്ഞെടുക്കുക. നിങ്ങൾക്കൊരു ചെറിയൊരു ട്യൂട്ടോറിയൽ കാണാന്, അതായത് ഒരു ഷേപ്പ് വരച്ചിട്ടുണ്ട് അവിടെ, ആ ഷേപ്പിൽ അത് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുന്നുണ്ട് അല്ലെ, സെലക്ട് ചെയ്യും, മൂവ് ചെയ്യുന്നൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അതുപോലെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. അപ്പൊ തിരഞ്ഞെടുപ്പ്, അതായത് ഒരു ഒബ്ജക്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ഡിസൈനെയോ എലമെന്റിനെയോ വരച്ച ശേഷം അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തതിനു ശേഷം തിരഞ്ഞെടുക്കുക, സെലക്ട് ചെയ്യുക മാത്രമല്ല ഈ ഒരു ടൂളിന്റെ ഉപയോഗം. കുറച്ചും കൂടി വ്യാപകമായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അതാണ് നമ്മൾ ഈ ഒരു ടൂളിൽ വിശദമായിട്ട് പറയാൻ പോകുന്നത്. സെലക്ഷൻ ടൂളിന്റെ ഉപയോഗം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു റെക്ടാങ്കിൾ ടൂൾ എടുക്കുകയാണ്. M ആണ് ഷോർട്ട് കട്ട്. M അമർത്തിക്കൊണ്ട് കീബോർഡിൽ M അമർത്തിക്കൊണ്ട് സെലക്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് മൗസിന്റെ കേഴ്സർ യൂസ് ചെയ്ത് ക്ലിക്ക് ചെയ്തുകൊണ്ടും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാൻ ജസ്റ്റ് ഒന്ന് ആർട്ട് ബോർഡിൽ വന്നിട്ട് ക്ലിക്ക് ചെയ്ത് താഴോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് നമ്മളിവിടെ ഒരു സ്ക്വയർ വരയ്ക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാം ഒരു സ്ക്വയർ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് അല്ലെ. ഈ സ്ക്വയർ ഇപ്പൊ ഞാൻ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ടാണ് വരച്ചത്. അതല്ലാതെ നമുക്ക് ജസ്റ്റ് ഈ ആർട്ട് ബോർഡിൽ എവിടെയാണ് ആ സ്ക്വയർ വരയ്ക്കേണ്ടത് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്കിവിടെ കാണാം റെക്ടാങ്കിൾ എന്ന് പറഞ്ഞിട്ടൊരു വിൻഡോ വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് സ്ക്വയർ വേണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം 4 വശവും സ്ക്വയറിന്റെ ഒരേ അളവായിരിക്കും. അപ്പോൾ 5 ഞാനിവിടെ കൊടുത്തു എന്ന് വിചാരിക്കാം, വിഡ്ത്ത് 5 കൊടുത്തു. അപ്പോൾ 4 വശവും ഒരേ അളവ് വേണമെങ്കിൽ ഹൈറ്റും വിഡ്ത്തും 5 തന്നെ കൊടുക്കണം അല്ലെ. അപ്പൊ 5 കൊടുത്തു, ഓക്കെ കൊടുത്തു, കണ്ടോ? അപ്പൊ ഇവിടെ 5 ഇഞ്ചസില്, അതായത് ഹൈറ്റും വിഡ്ത്തും 5 ഇഞ്ചസിൽ ഒരു സ്ക്വയർ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പൊ 2 തരത്തിൽ നമുക്ക് ഇവിടെ റെക്ടാങ്കിൾ ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വരയ്ക്കാവുന്നതാണ്. ഇപ്പൊ ഞാൻ സ്ക്വയർ ആണ് വരച്ചിരിക്കുന്നത്, നമുക്ക് വേണമെങ്കിൽ റെക്ടാങ്കിളും ഇതുപോലെ തന്നെ വരയ്ക്കാവുന്നതാണ്. റെക്ടാങ്കിൾ അതായത് വിഡ്ത്തും ഹൈറ്റും, ഒന്നില്ലെങ്കിൽ ഹൈറ്റ് കൂടുതലായിരിക്കും അല്ലെങ്കിൽ വിഡ്ത്ത് കൂടുതലായിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് വരയ്ക്കാവുന്നതാണ്. ഓക്കെ, അതല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കിപ്പോ 8 വിഡ്ത്തും 5 ഹൈറ്റും കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇവിടെ റെക്ടാങ്കിൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാം ഇവിടെ ഞാൻ ആവശ്യമുള്ള ഷേപ്പിന് ഇങ്ങനെ സെലക്ട് ചെയ്യാണ് ചെയ്യുന്നത്. സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് ഇവിടെ കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതേപോലെ സെലക്ട് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഞാൻ ആർട്ട് ബോർഡിന്റെ ഉള്ളിലല്ലാതെ പുറത്തേക്കൊക്കെ പോകുന്നുണ്ട് അല്ലെ. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു, ഇല്ലുസ്ട്രേറ്ററിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ആർട്ട് ബോർഡിന്റെ ഉള്ളിൽ മാത്രമല്ല, നമുക്ക് ഇങ്ങനെ പുറത്തുള്ള വർക്ക് സ്പേസിന്റെ പുറത്തും നമുക്ക് ഡിസൈൻ ചെയ്യാം.
അല്ലെങ്കിൽ ഈ പറയുന്ന എലമെന്റുകൾ അല്ലെങ്കിൽ ഷേപ്പുകളൊക്കെ കൊണ്ടുവന്ന് വെക്കാനൊക്കെ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ അൺഡു ചെയ്യാണ്. കൺട്രോൾ Z അമർത്തിക്കൊണ്ട് അൺഡു ചെയ്യാണ്. ഓക്കെ, ഞാൻ അൺഡു ചെയ്യാണ്. അൺഡു മീൻസ് ബാക്ക്വേർഡ് ചെയ്യാണ്. അതായത് വീണ്ടും പഴയ രീതിയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്, പുനഃക്രമീകരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും റെക്ടാങ്കിൾ ടൂൾ എടുത്തു. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ റെക്ടാങ്കിൾ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോ റെക്ടാങ്കിൾ വേണ്ട, സ്ക്വയർ മതിയെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് അമർത്തി പിടിച്ചാൽ കാണാം. കണ്ടോ, നിങ്ങൾക്ക് സ്ക്വയർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഷിഫ്റ്റ് അമർത്തിക്കൊണ്ട് നിങ്ങൾക്ക് സ്ക്വയർ, അതായത് കറക്റ്റ് സമചതുരം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ട്യൂട്ടോറിയലിൽ നമ്മൾ ഷോർട്ട് കട്ടൊക്കെ പറഞ്ഞു പോകും. ഷോർട്ട് കട്ട് പറഞ്ഞു പോകുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ ബേസിക് ട്യൂട്ടോറിയൽ മുതലേ ഷോർട്ട് കട്ടുകൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക്, അതായത് നിങ്ങളൊക്കെ വർക്ക് ചെയ്ത് വരുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ തന്നെ ഷോർട്ട് കട്ടുകൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും എന്തെങ്കിലും ഒരു നോട്ട് പാഡ് ഒക്കെ ഉണ്ടെങ്കിൽ ഷോർട്ട് കട്ടൊക്കെ ജസ്റ്റ് ഒന്ന് റൈറ്റ് ചെയ്തിടുകയും ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. പിന്നെ ഈ പറയുന്ന കേട്ടിട്ടൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇല്ലുസ്ട്രേറ്റർ വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും ട്യൂട്ടോറിയലിൽ പറഞ്ഞു പോകുന്നത്. ഈ സെയിം കാര്യങ്ങൾ തന്നെ ഞാനിപ്പോ ഇത്ര സമയം എടുത്ത് പറഞ്ഞ കാര്യങ്ങൾ 1 മിനിറ്റ് കൊണ്ടും പറയാൻ പറ്റും. പക്ഷെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ തുടക്കക്കാർക്ക്, അതായത് ഇല്ലുസ്ട്രേറ്ററിനെ കുറിച്ച് ഒന്നും അറിയാത്തവർക്ക് ഒരു തവണ നമ്മുടെ വീഡിയോ കണ്ടാൽ മതി. അതായത് സമയമെടുത്ത് ഒരൊറ്റ തവണ നമ്മുടെ വീഡിയോ കണ്ടാൽ മതി. പച്ചവെള്ളം പോലെ ഇല്ലുസ്ട്രേറ്റർ മനസ്സിലാക്കാൻ പറ്റും. ഞാനിപ്പോ ഒരു ചെറിയൊരു സ്ക്വയർ വരയ്ക്കുന്നുണ്ട് കേട്ടോ. ഷിഫ്റ്റ് അമർത്തിക്കൊണ്ട് ഒരു ചെറിയൊരു സ്ക്വയർ വരയ്ക്കുന്നുണ്ട്. ഞാൻ ഇവിടെ സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്തിട്ട് ഈ സ്ക്വയർ, മുമ്പ് വരച്ച സ്ക്വയർ ഡിലീറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ സെലക്ഷൻ ടൂളിന്റെ യഥാർത്ഥ ജോലി എന്താണെന്ന് നമുക്ക് നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞു സെലക്ട് ചെയ്യുക, അതായത് തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഒരു ജോലിയാണ്. അത് നമ്മൾ ഇത്ര നേരം ചെയ്ത് കാണിച്ചു അല്ലേ. നമുക്ക് ഒരുപാട് സ്ക്വയറും റെക്ടാങ്കിളും ഒക്കെ വരച്ചിട്ട് ആവശ്യമുള്ളതിനെ നമ്മൾ സെലക്ട് ചെയ്തു. സെലക്ഷൻ മീൻസ് നമുക്ക് ഈ കേസർ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു, അപ്പൊ നിങ്ങൾക്ക് കാണാം സെലക്ട് ആയി. അപ്പൊ ഈ സെലക്ട് ചെയ്തപ്പോൾ ഇതിന് ചുറ്റുമുള്ള ഈ ലൈനുകളില്ലേ, ഇതിനെ ബൗണ്ടിങ് ബോക്സ് എന്നാ വിളിക്കുക. നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ കാണുന്ന ഈ ചുറ്റുമുള്ള ലൈനുകളെ ബൗണ്ടിങ് ബോക്സ് എന്നാ പറയാ. ഈ കാണുന്ന ഏങ്കർ പോയിന്റുകൾ ഉണ്ട്, ഈ കാണുന്ന പോയിന്റുകൾ, ഈ പോയിന്റുകളെ പറയുന്നത് റീസൈസ് ഹാൻഡിൽസ് എന്നാണ്. റീസൈസ് ഹാൻഡിൽസ്, റീസൈസ് അതായത് റീസൈസ് ചെയ്യുക, വലുതാക്കാനോ ചെറുതാക്കാനോ ഉപയോഗിക്കുന്ന ഹാൻഡിൽസ് ആണ് റീസൈസ് ഹാൻഡിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ എനിക്ക് ഈ കാണുന്ന ഈ ഒരു ചതുരം അല്ലെങ്കിൽ ഈ കാണുന്ന സമചതുരം എനിക്കൊന്ന് സൂം ചെയ്ത് കാണണം. സൂം ചെയ്ത് കാണണമെങ്കിൽ എന്താ ചെയ്യുക, നമുക്കിവിടെ ഒരു സൂം ടൂള് അവൈലബിൾ ആണ്. Z ആണ് കേട്ടോ ഷോർട്ട് കട്ട്. അത് ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ഈ ഒരു പോർഷൻ ആണ് സൂം ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ കൊണ്ടുവന്നിട്ട് മൗസ് കൊണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ കണ്ടോ, ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നതായിട്ട് കാണാം. ഇനി എനിക്ക് സൂം ഔട്ട് ചെയ്യണമെങ്കിലോ ഞാനിത് ഓൾട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാം ആ പ്ലസ് ഐക്കൺ, അതായത് ഇപ്പൊ സൂം ചെയ്യുമ്പോൾ പ്ലസ് ഐക്കൺ ആണ്. ഒരു ജസ്റ്റ് ഒരു ഭൂത കണ്ണാടി പോലെ ഒരു ഇത് കാണാം അല്ലെ, ലെൻസ് കാണാം. ഇപ്പൊ പ്ലസ് ഐക്കൺ ആണ്. നേരെ മറിച്ച് ഓൾട്ട് അമർത്തുമ്പോൾ മൈനസ് ആണ് കാണിക്കുക. അപ്പൊ ഓൾട്ട് അമർത്തിയതിനു ശേഷം ക്ലിക്ക് ചെയ്യുമ്പോഴോ അത് സൂം ഔട്ട് ആയി പോകും. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് സൂം ചെയ്യാം. മറ്റൊരു ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് നമുക്ക് ഓൾട്ട് അമർത്തി പിടിച്ചുകൊണ്ട് നമ്മുടെ മൗസിന്റെ സ്ക്രോൾ ബാറില്ലേ അത് യൂസ് ചെയ്തിട്ട് അപ്പിലേക്ക് കൊണ്ടുവന്നാൽ സൂം ചെയ്യാനും ഡൗണിലേക്ക് കൊണ്ടുവന്നാൽ, അതായത് സ്ക്രോൾ ഡൗൺ ചെയ്താൽ സൂം ഔട്ട് ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് കാണാം കൺട്രോൾ സ്പേസ് അമർത്താന്ന് വിചാരിക്കുക. ഇപ്പൊ ഞാൻ കൺട്രോൾ സ്പേസ് അമർത്തി കഴിഞ്ഞാലും നമുക്ക് സൂം ടൂൾ സെലക്ഷനിലേക്ക് വരും. ഒന്നുകൂടി കാണിക്കാം. ഇപ്പൊ ഞാൻ സെലക്ഷൻ ടൂൾ എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഇപ്പൊ സൂം ടൂൾ സെലക്ട് ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ കൺട്രോൾ സ്പേസ് അമർത്തി. അപ്പൊ കണ്ടോ സൂം ടൂൾ ആക്റ്റീവ് ആയി. കൺട്രോൾ സ്പേസ് അമർത്തുമ്പോൾ ഇവിടെ സൂം ടൂൾ ആക്റ്റീവ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു ആർട്ട് ബോർഡിനെ പാൻ ചെയ്യണം. പാൻ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പേസ് ബാർ അമർത്തിയിട്ട് ദേ ഇങ്ങനെ നമുക്ക് പാൻ ചെയ്യാൻ പറ്റും. വർക്ക് ചെയ്യുന്നതിനിടയിൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പാൻ ചെയ്തിട്ട് അടുത്ത ആർട്ട് ബോർഡിലേക്കൊക്കെ പോകാനും ഒക്കെ നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്യാം. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പാൻ ചെയ്യാം. ഓക്കെ, ഞാനിപ്പോ ഇവിടെ ഈ ഒരു സ്ക്വയറിനെ സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാം ബൗണ്ടിങ് ബോക്സുകൾ വന്നിട്ടുണ്ട്, ഇവിടെ റീസൈസ് ഹാൻഡിൽസും വന്നിട്ടുണ്ട്. ഈ റീസൈസ് ഹാൻഡിൽസ് യൂസ് ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെ റീസൈസ് ചെയ്യാം. അതായത് ഇതിനെ ചെറുതാക്കാനോ വലുതാക്കാനോ ഒക്കെ പറ്റും. ഓക്കെ, ഞാൻ കൺട്രോൾ Z അമർത്തി അൺഡു ചെയ്യാണ്. ഇനി എനിക്ക് ഇതിനെ പ്രൊപ്പോർഷണലി റീസൈസ് ചെയ്യണം. അതായത് ഇതിന്റെ ഹൈറ്റും വിഡ്ത്തും മാറാൻ പാടില്ല, പക്ഷെ വലുതാവണം. എങ്കിൽ എന്ത് ചെയ്യണം, ഷിഫ്റ്റ് അമർത്തിക്കൊണ്ട് റീസൈസ് ഹാൻഡിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊപ്പോർഷൻ മാറാതെ തന്നെ നമുക്ക് അതിനെ വലുതാക്കാൻ പറ്റും. ഓക്കെ, ഞാൻ അൺഡു ചെയ്യാണ്.
ഇതിപ്പോ റെക്ടാങ്കിൾ ആണെന്ന് വിചാരിക്കാം. ജസ്റ്റ് ഞാൻ റെക്ടാങ്കിൾ ആക്കി വെക്കുകയാണ്. ഓക്കെ, ഇപ്പൊ റെക്ടാങ്കിൾ ആണെന്ന് വിചാരിക്കാം. റെക്ടാങ്കിൾ ആണെങ്കിൽ പോലും നമുക്ക് ഷിഫ്റ്റ് അമർത്തിക്കൊണ്ട് റീസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ റെക്ടാങ്കിളിന്റെ ഹൈറ്റും വിഡ്ത്തും മാറാതെ തന്നെ നമുക്ക് സൈസ് ആ പ്രൊപ്പോർഷൻ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ സൈസ് വലുതാക്കാൻ പറ്റും. അപ്പൊ സെലക്ഷൻ ടൂളിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെ പഠിച്ചു? സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞു. ഇതുപോലെ സെലക്ട് ചെയ്യാം, റീസൈസ് ചെയ്യാം, പിന്നെ എന്തൊക്കെ ചെയ്യാം? മൂവ് ചെയ്യാം. പിന്നത്തെ ഒരു ഓപ്ഷനാണ് മൂവ് ചെയ്യാം. എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് ഇതിനെ മൂവ് ചെയ്ത് വെക്കാം. മൂവ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാം. നമ്മളിത് ഈ ഒരു ആങ്കർ പോയിന്റിന് അങ്ങോട്ട് വരുമ്പോ കണ്ടോ, ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോൾ റീസൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ 2 ഏരോസ് ആണ് കാണിക്കാം. കുറച്ചും കൂടി താഴോട്ട് വരുമ്പോൾ കണ്ടോ, റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കാണിക്കുക. ഇങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് നേരെ മറിച്ച് ഷിഫ്റ്റ് അമർത്തിക്കൊണ്ട് റൊട്ടേറ്റ് ചെയ്താൽ നോക്കിയേ, നമുക്ക് 45 ആംഗിൾ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഈ ഒരു സെലക്ഷൻ ടൂളിലെ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, സെലക്ട് ചെയ്തതിനു ശേഷം ഓൾട്ട് അമർത്തി പിടിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കോപ്പി എടുക്കാൻ പറ്റും. നമുക്ക് ഇങ്ങനെ കോപ്പി എടുത്ത് വെക്കാം. അതുകൂടാതെ മറ്റൊരു ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്, നമുക്ക് കൺട്രോൾ സി അമർത്തിക്കൊണ്ട് കോപ്പി ചെയ്തിട്ട് കൺട്രോൾ വി അമർത്തിക്കൊണ്ട് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ കോപ്പി ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് പകരം എളുപ്പമാണ്, ഞാൻ കൺട്രോൾ സെറ്റ് അമർത്തി അൺഡു ചെയ്യാണ്. എളുപ്പമാണ്, ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക, അതിനുശേഷം ഓൾട്ട് അമർത്തിക്കൊണ്ട് എങ്ങോട്ടാണ് കോപ്പി ചെയ്ത് വെക്കേണ്ടത് അങ്ങോട്ട് കോപ്പി ചെയ്ത് വെക്കാം. ഓക്കെ, ഞാൻ കൺട്രോൾ സെഡ് അമർത്തുകയാണ്. ഞാൻ ആ ഒരു സ്ക്വയറിലേക്ക് തന്നെ വരികയാണ്. ഈ സ്ക്വയർ ഞാൻ സെന്ററിലേക്ക് മാറ്റി വെക്കുകയാണ്. ഓക്കെ, നമുക്ക് കൺട്രോൾ ഡി അമർത്തിക്കൊണ്ട് ഒരു ടാസ്ക് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്കൊരു പാറ്റേൺ ഉണ്ടാക്കണം. അപ്പോൾ പാറ്റേൺ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇത് ഡിലീറ്റ് ചെയ്യാണ്. നമുക്ക് ഇതിൽ തന്നെ ഒരു എലിപ്സ് ടൂൾ ഉണ്ട്, അത് യൂസ് ചെയ്യാം. അപ്പോൾ കറക്റ്റ് ഒരു സർക്കിൾ എനിക്ക് കിട്ടണം. അപ്പൊ ഷിഫ്റ്റ് അമർത്തിക്കൊണ്ട് വരച്ച കറക്റ്റ് സർക്കിൾ കിട്ടും. അപ്പൊ എനിക്ക് ഈ ഒരു സർക്കിൾ വെച്ചിട്ട് എനിക്കൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പൊ ഈ ഒരു സർക്കിളിൽ ഞാൻ കളറും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. സ്ട്രോക്ക് ഇവിടെ കാണാം, 1 പോയിന്റ് കൊടുത്തിട്ടുണ്ട്, കളറൊന്നും കൊടുത്തിട്ടില്ല. ഞാൻ ഇവിടെ ഈ ഒരു ഏരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ കളർ കൊടുക്കാം. അതല്ലെങ്കിൽ ഇവിടെ കളർ ബോക്സ് ഉണ്ട്, ജസ്റ്റ് ഈ കളർ ബോക്സിലേക്ക് വന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കളർ, ഇഷ്ടമുള്ള കളർ നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഞാനിപ്പോ ഇവിടെ ഒരു ഏകദേശം ഒരു പർപ്പിൾ കളർ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാം ആ സർക്കിളിൽ പർപ്പിൾ കളർ വന്നിട്ടുണ്ട്. സ്ട്രോക്ക് 1 ആണ് കൊടുത്തിരിക്കുന്നത്. സ്ട്രോക്ക് വേണമെങ്കിൽ ഇതാണ് സ്ട്രോക്കിന്റെ കളർ കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സ്ട്രോക്കിന്റെ കളർ നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെ കാണാത്തത് ഞാൻ ജസ്റ്റ് സൂം ചെയ്യാം. സൂം ചെയ്യാൻ ഒരു ഷോർട്ട് കട്ട് കൂടി ഉണ്ട്, കൺട്രോൾ പ്ലസ് അമർത്തിക്കൊണ്ട് നമുക്ക് സൂം ചെയ്യാം. കണ്ടോ, സൂം ചെയ്യുമ്പോൾ ഇവിടെ സ്ട്രോക്ക് കാണാം. 1 ആണ് ഇവിടെ പോയിന്റ് കിടക്കുന്നത്, അതുകൊണ്ടാണ് നമുക്ക് വളരെ ചെറുതാക്കുമ്പോൾ കാണാഞ്ഞത്. ഓക്കെ, നമുക്ക് ഈ സ്ട്രോക്കിന്റെ കളറും ഇതേപോലെ മാറ്റാവുന്നതാണ്. നമുക്ക് സ്ട്രോക്ക് വേണ്ട എങ്കിൽ ഇവിടെ കാണാം, ഇവിടെ നൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് ആ സ്ട്രോക്ക് ഇല്ലാതെയാവും. ഓക്കെ, സ്ട്രോക്ക് വേണമെങ്കിൽ കളർ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഈ സെയിം സ്റ്റെപ്പ് തന്നെ ഇവിടെ കാണാം. ഇവിടെ നമ്മൾ ഫില്ല് കൊടുത്തപ്പോൾ തൊട്ടടിയിൽ സ്ട്രോക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് കളർ സെലക്ട് ചെയ്യാം. കണ്ടോ, ഇങ്ങനെയും നമുക്ക് ചെയ്യാം. ഇപ്പൊ എനിക്ക് സ്ട്രോക്ക് വേണ്ട, ഞാനിത് നൺ ചെയ്യാണ്. ഇവിടെ വന്ന് നൺ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ടൂൾ ഉണ്ട്, നൺ എന്ന് പറഞ്ഞൊരു ടൂൾ ഉണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രോക്ക് കളയാം. ഇപ്പൊ ഈ ഫില്ല് ഞാൻ സെലക്ട് ചെയ്തു, ഫില്ല് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് നൺ കൊടുത്താലും അത് അവിടെ കളർ ഇല്ലാതെ ആയിട്ടുണ്ട്. വീണ്ടും ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ കളർ കൊടുക്കുകയാണ്. ഒരു കളർ വന്നു. ഓക്കെ, ഞാൻ കൺട്രോൾ മൈനസ് അമർത്തിക്കൊണ്ട് സൂം ഔട്ട് ചെയ്യാണ്. കൺട്രോൾ 0 അമർത്തി കഴിഞ്ഞാൽ ഫിറ്റ് ഓൺ സ്ക്രീൻ ആവും. അപ്പൊ എനിക്ക് ജസ്റ്റ് ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ കൺട്രോൾ ഡി വെച്ചിട്ട് നമുക്കൊരു ടാസ്ക് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ, ഓൾട്ട് അമർത്തിക്കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യാണ്. അപ്പൊ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഈ ഒരു ലെവലിലേക്കൊക്കെ ഇങ്ങനെ നീങ്ങി പോകാൻ സാധ്യതയുണ്ട്. കറക്റ്റ് ആയിട്ട് നേരെ കൊണ്ടുവന്ന് വെക്കാൻ പറ്റാതെ ഈ ഒരു ലെവലിലൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊന്നും പോവാതിരിക്കാൻ ജസ്റ്റ് ഷിഫ്റ്റ് അമർത്തിയാൽ കാണാം. കണ്ടോ, ഷിഫ്റ്റ് അമർത്തിക്കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മൂവ് ചെയ്യാം. ഓക്കെ, ഞാൻ മൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മൂവ് ചെയ്ത ആ ഒരു പ്രവർത്തനം നമുക്ക് വീണ്ടും റിപ്പീറ്റേഷൻ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് കൺട്രോൾ ഡി അമർത്തി കഴിഞ്ഞാൽ നമുക്കത് റിപ്പീറ്റ് ചെയ്യാം. കണ്ടോ, അതുപോലെ തന്നെ ഈ കാണുന്ന എല്ലാം ഞാനിങ്ങനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തു. അപ്പൊ ഒന്നിലധികം ഒബ്ജക്റ്റുകളെ അല്ലെങ്കിൽ ഷേപ്പിനെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താലും സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് മൊത്തം ഞാനിങ്ങനെ സെലക്ട് ചെയ്തു. ഇനി ഓൾട്ട് അമർത്തിക്കൊണ്ട് താഴോട്ട് ഞാൻ കോപ്പി ചെയ്ത് വെക്കുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പൊ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഷിഫ്റ്റ് അമർത്താണ്.
ഷിഫ്റ്റ് അമർത്തുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് അതിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് വെക്കാൻ പറ്റും. ഓക്കെ, ഇനി ഈ പ്രവർത്തനം ഞാൻ ഒന്നും കൂടി റിപ്പീറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ ഡി അമർത്താം. ഇതുപോലെ നമുക്കൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാം. ഇതെല്ലാം കൂടി ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ട് ഞാൻ മൂവ് ചെയ്തത് ഇങ്ങനെ സെന്ററിലേക്ക് വയ്ക്കാം. ഓക്കെ, അപ്പൊ ഇതുപോലെ നമുക്ക് കൺട്രോൾ ഡി യൂസ് ചെയ്തുകൊണ്ട് ഒരു ടാസ്ക് ചെയ്തത് നമുക്ക് വീണ്ടും റിപ്പീറ്റേഷൻ ചെയ്തുകൊണ്ട് നമുക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ പാറ്റേൺസ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ നേരത്തെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തില്ലേ, അതുപോലെ തന്നെ ഓൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ കൺട്രോൾ എ അമർത്താം. അപ്പോൾ കൺട്രോൾ എ അമർത്തുമ്പോൾ നമ്മൾ ആർട്ട് ബോർഡിൽ എന്തൊക്കെയുണ്ട് അത് മൊത്തം സെലക്ട് ആയിട്ട് വരും. ഇനി നമുക്ക് ഈ സെലക്ട് ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്യണം. അപ്പൊ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ ഇതിലേതെങ്കിലും എനിക്കൊന്ന് സെലക്ട് ചെയ്യണം. ഇതിന് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുത്താൽ ഡിലീറ്റ് ആവും. ഓക്കെ, ഞാൻ അൺഡു ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ഈ റോ മൊത്തം സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആ റോ മൊത്തം ഇങ്ങനെ സെലക്ട് ചെയ്തതിനു ശേഷം ഡിലീറ്റ് കൊടുക്കുക. ഇനി എനിക്ക് ഇതിന്റെ ഇടയിലുള്ള ചില കാര്യങ്ങൾ മാത്രം സെലക്ട് ചെയ്താൽ മതിയെങ്കിൽ ഷിഫ്റ്റ് അമർത്തിക്കൊണ്ട് ഇത് സെലക്ട് ചെയ്തു, ഇത് സെലക്ട് ചെയ്തു, ഇത് സെലക്ട് ചെയ്തു. എനിക്ക് സ്പെസിഫിക് ആയിട്ട് ചില സർക്കിൾസ് മാത്രം സെലക്ട് ചെയ്യുക, എന്നിട്ട് ഡിലീറ്റ് കൊടുക്കുക. ആണോ? അപ്പോൾ ഷിഫ്റ്റ് അമർത്തിക്കൊണ്ട് നമുക്ക് ഒന്നിലധികം ഒബ്ജക്റ്റുകളെ അല്ലെങ്കിൽ ഷേപ്പുകളെ അല്ലെങ്കിൽ എലമെന്റുകളെ നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് ഡിലീറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, ഡിലീറ്റ് ചെയ്യാൻ മാത്രമല്ല അതിനെ മൂവ് ചെയ്ത് വെക്കാം. ഓക്കെ, ജസ്റ്റ് മൂവ് ചെയ്ത് വെക്കാം. അതുകൂടാതെ നമുക്ക് ഇതിനെ റീസൈസ് ചെയ്യാം. ഷിഫ്റ്റ് അമർത്താണെങ്കിൽ പ്രൊപ്പോർഷനലി റീസൈസ് ചെയ്യാം. ഓക്കെ, ഞാൻ അൺഡു ചെയ്യാണ്. ഇനി ഞാൻ ഇതിനുള്ളിലുള്ള ഏതെങ്കിലും ഒരു വരി മാത്രം സെലക്ട് ചെയ്തു. ഈ ഒരു വരിയും ഞാൻ ഷിഫ്റ്റ് അമർത്തിക്കൊണ്ട് സെലക്ട് ചെയ്തു. ഈ ഒരു വരിയും സെലക്ട് ചെയ്തു. ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഒന്നിലധികം ഒബ്ജക്റ്റുകൾ സെലക്ട് ചെയ്തു ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോ സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് ഞാൻ മുഴുവനായിട്ട് സെലക്ട് ചെയ്യാണ്, അല്ലെങ്കിൽ കൺട്രോൾ എ യൂസ് ചെയ്തിട്ട് മുഴുവനായിട്ട് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ബട്ടൺ യൂസ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യും. നമ്മളിപ്പോ റെക്ടാങ്കിൾ ടൂൾ എടുത്തു, എലിപ്സ് ടൂൾ എടുത്തു. നമുക്ക് റൗണ്ടഡ് റെക്ടാങ്കിൾ ടൂൾ യൂസ് ചെയ്ത് നോക്കാം. റൗണ്ടഡ് റെക്ടാങ്കിൾ ടൂൾ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് നേരത്തെ യൂസ് ചെയ്ത പോലെ തന്നെ, റെക്ടാങ്കിൾ ഒക്കെ വരച്ച പോലെ തന്നെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ട് വേണമെങ്കിൽ വരയ്ക്കാം. ഓക്കെ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിതിൽ വാല്യൂസ് കൊടുത്തിട്ട് ചെയ്യാം. പക്ഷെ ഇതില് ഒരു വാല്യൂ, അതായത് ഒരു എലമെന്റ് കൂടി കൂടുതലുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ കോർണർ റേഡിയസ് ആണ്. അതായത് ഇതിന്റെ പേര് പോലെ തന്നെ റൗണ്ടഡ് റെക്ടാങ്കിൾ, അതായത് ഇതിന്റെ കോർണർ കണ്ടോ റൗണ്ടഡ് ആയിട്ടാണ് ഉള്ളത്. അപ്പൊ ആ റൗണ്ടഡിന്റെ റേഡിയസ് എത്ര വേണമെന്ന് അല്ലെങ്കിൽ റൗണ്ടഡിന്റെ സൈസ് എത്ര വേണമെന്ന് നമുക്ക് ഇതിൽ കൊടുക്കാം. ഇപ്പൊ ഞാനിത് ഒരു 8 കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുകയാണ്. കണ്ടോ? അപ്പോ ഇതിന്റെ ഔട്ടർ, അതായത് ഈ റൗണ്ടഡ് റെക്ടാങ്കിളിന്റെ ഈ കാണുന്ന ഈ ഒരു കർവ്, അതിന്റെ അളവാണ് നമ്മൾ അവിടെ കൊടുത്തത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ കൺട്രോൾ എ അമർത്തി ഡിലീറ്റ് ചെയ്യാണ്. നമുക്കിവിടെ സ്റ്റാർ ടൂൾ എടുക്കാം. സ്റ്റാർ ടൂൾ എടുത്തിട്ട് ഞാനിങ്ങനെ വരച്ചു. അപ്പൊ നിങ്ങൾക്ക് കാണാം 1 2 3 4 5 5 കാലുകൾ ഉണ്ട് അല്ലെ. ജസ്റ്റ് ഞാൻ ഡ്രാഗ് ചെയ്ത് വരയ്ക്കാതെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിലോ ഇവിടെ നമുക്ക് ആ കാലുകളുടെ എണ്ണം കൂട്ടാൻ പറ്റും. ഞാനത് 10 അല്ലെങ്കിൽ 11 10 ആക്കി ഓക്കെ കൊടുക്കുക. കണ്ടോ? 10 കാലുകളുള്ള സ്റ്റാർ വരയ്ക്കാം. അപ്പോൾ ഇങ്ങനെ ഓരോ ഷേപ്പ് ടൂള് അല്ലെങ്കിൽ ഓരോ ടൂൾ അനുസരിച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അതിന്റെ ഓപ്ഷൻസിൽ നിന്ന് മനസ്സിലാക്കുക. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ഇത് ഫില്ല് ഓപ്ഷൻ ആണ്, കളർ ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ, സ്ട്രോക്കിന്റെ ഓപ്ഷൻ, സ്ട്രോക്കിന്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു റെക്ടാങ്കിൾ വരയ്ക്കുകയാണ്. നമുക്ക് ഈ സ്ട്രോക്കിന്റെ വലുപ്പം കൂട്ടണമെങ്കിൽ ഇവിടെ സ്ട്രോക്കിൽ വന്നിട്ട് ഇങ്ങനെ കൂട്ടാം, അല്ലെങ്കിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എനിക്ക് സ്ട്രോക്ക് 30 വേണം. കേട്ടോ? സ്ട്രോക്കിന്റെ കളർ മാറ്റാം, ഫില്ല് ചെയ്തേക്കണ കളർ മാറ്റാം. ഇങ്ങനത്തെ ഓപ്ഷൻ സെയിം ഓപ്ഷൻസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇനി നമുക്ക് ജസ്റ്റ് ലെയർ പാനൽ ഒന്ന് പരിചയപ്പെടാം. അതും കൂടി പരിചയപ്പെടാം. നമുക്ക് ലെയർ പാനൽ കാണുന്നില്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇവിടെ എൻ്റെ പാനലിൽ ലെയർ പാനൽ ഇവിടെ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെയർ പാനൽ കാണാം. നിങ്ങൾക്ക് ലെയർ പാനൽ കാണുന്നില്ലെങ്കിൽ വിൻഡോസിൽ പോയിട്ട് ഇവിടെ ലെയേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ലേ, അത് ക്ലിക്ക് ചെയ്യാം. ഷോർട്ട് കട്ട് F7 ആണ്. F7 അമർത്തിയാലും ലെയർ പാനൽ വരും. ഇതാ ഇല്ലുസ്ട്രേറ്ററിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇല്ലുസ്ട്രേറ്ററിന്റെ ലെയർ പാനൽ മൾട്ടിപ്പിൾ ഒബ്ജക്റ്റിനെ കണ്ടെയ്ൻ ചെയ്യും. അതായത് ഒന്നിലധികം ഒബ്ജക്റ്റ് ഒരൊറ്റ ലെയറിൽ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ഏരോ കണ്ടില്ലേ, ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഒന്ന് എക്സ്പാൻഡ് ആയി. കണ്ടോ? എക്സ്പാൻഡ് ആയതപ്പോൾ റെക്ടാങ്കിൾ ഇവിടെ ഉണ്ട്. ആ റെക്ടാങ്കിൾ ആണ് ഈ കാണുന്നത്. കണ്ടോ? ഇനിയിപ്പോ ഞാൻ വേറൊരു റെക്ടാങ്കിൾ വരയ്ക്കാണ്. അപ്പൊ കണ്ടോ താഴെ
ഓരോ റെക്ടാങ്കിൾ വരയ്ക്കുമ്പോൾ അതിവിടെ വരും. അതായത് ഒരൊറ്റ ലെയറിന്റെ ഉള്ളിലാണ് ഇതെല്ലാം കണ്ടെയ്ൻ ചെയ്യുന്നത്. ഫോട്ടോഷോപ്പ് പോലെയല്ല, ഫോട്ടോഷോപ്പ് ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മൾ ലെയർ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഓട്ടോമാറ്റിക്കലി ആയിട്ട് നമ്മൾ ഇപ്പോൾ റൗണ്ടർ റെക്ടാങ്കിൾ വരയ്ക്കുമ്പോഴാണെങ്കിലും എലിപ്സ് ടൂൾ വരയ്ക്കുകയാണെങ്കിലും ഒക്കെ ഇതേപോലെ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആവും. ഒരൊറ്റ ലെയറിന്റെ ഉള്ളിൽ തന്നെ ക്രിയേറ്റ് ആവും. ഇനി നമുക്ക് സെപ്പറേറ്റ് ലെയർ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പ്ലസ് ഐക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്തിട്ട് പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യാനും പറ്റും. പിന്നീട് നമ്മൾ വരയ്ക്കുന്നതൊക്കെ ആ ഒരു പുതിയ ലെയറിന്റെ ഉള്ളിലാണ് വരാം. കണ്ടോ? അപ്പൊ വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് കൺട്രോൾ എ അമർത്തി എല്ലാം സെലക്ട് ചെയ്തതിനു ശേഷം ഡിലീറ്റ് ചെയ്യാണ്. അപ്പൊ 2 ലെയർ അവിടെ ഉണ്ട്. പക്ഷെ എന്താണ് സംഭവിച്ചത്? അതിന്റെ ഉള്ളിലെ ഒബ്ജക്ട്സ് ഒക്കെ ഡിലീറ്റ് ആയി പോയി. ഓക്കെ, ഇനി ആ ലെയേഴ്സ് നമുക്ക് ഇവിടെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഡിലീറ്റ് ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഞാനത് ഒരു റെക്ടാങ്കിൾ ഇവിടെ വരയ്ക്കുകയാണ്. ഞാനത് സ്ട്രോക്ക് ഒക്കെ നൺ കൊടുക്കുകയാണ്. കളർ ഞാൻ ഒരു റെഡ് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു റെക്ടാങ്കിൾ വരയ്ക്കാൻ പോവാണ്. ഞാൻ ജസ്റ്റ് ഒരു റെക്ടാങ്കിൾ വരച്ചു. ഓക്കെ, നമുക്ക് ലെയർ പാനൽ നോക്കാം. ലെയർ പാനലിനുള്ളിൽ മറ്റൊന്നുമില്ല, ഒരൊറ്റ റെക്ടാങ്കിൾ നമ്മൾ വരച്ചത് മാത്രമേ ഉള്ളൂ ഇവിടെ. നേരെ മറിച്ച് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് ഈ റെക്ടാങ്കിളിനെ മാത്രം നമുക്ക് ഇൻവിസിബിൾ ചെയ്യണമെങ്കിലോ, ആണോ, ഇങ്ങനെ ഇൻവിസിബിൾ ആക്കിയിടാം. നമുക്ക് വേണമെങ്കിൽ ആർട്ട് ബോർഡിന്റെ പുറത്തും നമുക്ക് വരയ്ക്കാം. അപ്പൊ കണ്ടോ, എന്നാലും ആ ലെയറിന്റെ ഉള്ളിൽ തന്നെയാണ് വരിക. അപ്പൊ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇല്ലുസ്ട്രേറ്ററിന്റെ ലെയർ ഒരുപാട് ഒബ്ജക്റ്റുകളെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ ഞാൻ വീണ്ടും കുറച്ച് സ്ക്വയറും റെക്ടാങ്കിളും കാര്യങ്ങളൊക്കെ വരയ്ക്കുകയാണ്. ഓക്കെ, ഞാൻ സെലക്ഷൻ ടൂൾ എടുത്തു. ഓരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതെല്ലാം കൂടി ഇതിങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് റൈറ്റ് ക്ലിക്ക് അമർത്തി കഴിഞ്ഞാൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഗ്രൂപ്പ് ചെയ്യാം. അപ്പൊ എന്താ സംഭവിച്ചത്? ഇവിടെ കണ്ടോ, ഒരു ഗ്രൂപ്പായിട്ട് മാറിയിട്ടുണ്ട്. ഒരു ഗ്രൂപ്പായിട്ട് ആ ലെയർ ക്രിയേറ്റ് ആയി. ആ ലെയർ തുറക്കുമ്പോൾ ആ ഗ്രൂപ്പാക്കി മാറ്റിയതൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. നമുക്ക് ഇങ്ങനെ ഗ്രൂപ്പാക്കി മാറ്റാം. ഗ്രൂപ്പാക്കി മാറ്റുമ്പോൾ പിന്നെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ചായിരിക്കും പോകുന്നത്. ഇനി സെപ്പറേറ്റ് നമുക്ക് സെലക്ട് ചെയ്ത് മൂവ് ചെയ്യണമെങ്കിൽ വീണ്ടും റൈറ്റ് ക്ലിക്ക് അമർത്തി അൺഗ്രൂപ്പ് ചെയ്താൽ മതിയാവും. കേട്ടോ? ഓക്കെ, ഞാനിപ്പോൾ കൺട്രോൾ എ അമർത്തിയിട്ട് ഡിലീറ്റ് ചെയ്യാണ്. കൺട്രോൾ 0 അമർത്തി ഫിറ്റ് ഓൺ സ്ക്രീൻ ആക്കി ലെയർ പാനലൊക്കെ കൊളാപ്സ് ചെയ്യാണ്. തൽക്കാലം നമുക്ക് ഈ ക്ലാസ് ഇവിടെ നിർത്താം. കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഇല്ലുസ്ട്രേറ്റർ ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇല്ലുസ്ട്രേറ്റർ നേരത്തെ അറിയുന്നവർക്ക് കുറച്ച് ബോറായിട്ട് തോന്നും നമ്മുടെ ക്ലാസ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ക്ലാസ് കൊടുക്കുന്നത് ഇല്ലുസ്ട്രേറ്ററിനെ കുറിച്ച് ഒന്നും അറിയാത്ത തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. കാരണം സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അത്ര ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ക്ലാസ് കൊണ്ടുപോകുന്നത്. അത്രയും പ്രിപ്പറേഷൻസ് നടത്തുന്നുണ്ട് ഇതിന് പിന്നില്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞാനിടുന്ന വീഡിയോസ് കറക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ ട്യൂട്ടോറിയൽ ആയിട്ട് വരുന്നത് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ആണ്. നമ്മൾ നേരത്തെ ഈ ഒരു ട്യൂട്ടോറിയലിന്റെ ആദ്യത്തിൽ പരിചയപ്പെട്ടു ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ. ഇപ്പോൾ പഠിച്ച സെലക്ഷൻ ടൂൾ പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ട്യൂട്ടോറിയൽ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയണം. അപ്പോൾ നെക്സ്റ്റ് ട്യൂട്ടോറിയൽ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.